നമസ്കാരം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ ബി പോസിറ്റീവ്. നമ്മൾക്ക് ചുറ്റും രണ്ട് തരം കാര്യങ്ങളാണുള്ളത്. ഒന്ന് പോസിറ്റീവ് ആയിട്ടുള്ളതും രണ്ടാമത്തേത് നെഗറ്റീവ് ആയിട്ടുള്ളതും. രണ്ട് തരം എനർജികൾ, പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും. ഓരോ കാര്യത്തിനും രണ്ട് വശമുണ്ട്, ബാഡ് ആൻഡ് ഗുഡ്. ഇതില് നമ്മൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. എന്നാൽ ഈ കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. നമ്മൾക്ക് പോസിറ്റീവായിട്ട് പ്രതികരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഒരു കാര്യത്തെ കാണാം. അതേസമയം തന്നെ നമ്മൾക്ക് നെഗറ്റീവായിട്ട് പ്രതികരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാണാം. നമ്മളുടെ മനോഭാവം, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഏത് രീതിയിൽ വേണം കാര്യങ്ങളെ കാണുവാൻ എന്ന് നിശ്ചയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഓരോ ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്രാൻഡ് ന്യൂ ഡേ. ആ ദിവസം നമ്മൾക്ക് ക്വാളിറ്റിയുള്ള, സന്തോഷമുള്ള, സംതൃപ്തിയുള്ള ഒരു ദിവസമാക്കി മാറ്റണമെങ്കിൽ നമ്മൾക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് നമ്മളുടെ പ്രതികരണം അത് പോസിറ്റീവ് ആയിരിക്കണം. ഉദാഹരണത്തിന്, ഒരു ഗ്ലാസ്സിൽ അതിൻ്റെ പകുതിയോളം വെള്ളം നിറച്ചിട്ട് ഇത് രണ്ട് രീതിയിലാണ് ആൾക്കാർ ഇതിനെ കാണുന്നത്. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്നത് ഗ്ലാസ്സിൽ പകുതി വെള്ളമേ ഉള്ളെന്ന്. എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ പറയുന്നത് ഒരു ഗ്ലാസ് ഉണ്ട്, അതിൽ പകുതി വെള്ളമുണ്ട്, ഇനിയും എനിക്ക് ഗ്ലാസ്സിലെ വെള്ളം നിറയ്ക്കുവാനായിട്ട് സാധിക്കും. അതെ, ഇതൊരു പോസിബിലിറ്റി തിങ്കിങ്ങിന്റെ ഒരു പാർട്ടാണ്. സാധ്യതകളുടെ ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലും നന്മകൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുകയും അത് പ്രതീക്ഷിക്കുകയും ചെയ്യണം. ഒപ്പം നമ്മളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ദോഷകരമാകുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകരുത്. നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് ദോഷകരമാകുന്നതാണെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അത് നെഗറ്റീവാണ്, നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റിവിറ്റിയാണ് നമ്മളിൽ നിന്നും നീക്കം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾക്ക് ഇന്ന് ബോധപൂർവം തന്നെ നമുക്കൊരു തീരുമാനമെടുക്കാം. ജസ്റ്റ് ഫോർ ടുഡേ ഐ വിൽ ബി പോസിറ്റീവ്. താങ്ക് യു.